കുറച്ച് ഏജ്ഡ് ആയുള്ള ആളുകളുടെ സംശയമാണ് അവർക്ക് ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാൻ പറ്റും എന്നുള്ളത്. അതായത് ഒരു 50 വയസ്സിന് മുകളിലുള്ള ആളുകൾ, അവരുടെ ഒരു സംശയം അവർക്ക് ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ സക്സസ് ആവോ, അവർക്ക് എടുക്കാൻ മാത്രം മുടിയുണ്ടോ, ഫുൾ കവർ ചെയ്യാൻ മാത്രം മുടിയുണ്ടോ, ഗ്രാഫ്റ്റിന് ക്വാളിറ്റി ഉണ്ടോ എന്നൊക്കെയാണ്. നമ്മുടെ പേജിൽ കുറച്ച് ഏജ്ഡ് ആയുള്ള ആളുകൾ ട്രാൻസ്പ്ലാന്റ് ചെയ്തതിന്റെ റിസൾട്ടുകൾ എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. നമുക്ക് എടുക്കാൻ മാത്രം മുടി ഉണ്ടെങ്കിൽ, അതായത് തലയുടെ പുറകുവശത്ത് നിന്ന് മുടി എടുത്തിട്ടാണല്ലോ പോയ ഭാഗങ്ങൾ ഫില്ല് ചെയ്യുന്നത്. തലയുടെ പുറകുവശത്തെ മുടി അത്യാവശ്യം ക്വാളിറ്റി ഉണ്ടെങ്കിൽ, അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ, അതായത് പോയ ഭാഗങ്ങളെല്ലാം കവർ ചെയ്യാൻ മാത്രം അത്യാവശ്യം മുടി ഉണ്ടെങ്കിൽ, ഗ്രാഫ്റ്റിന് ക്വാളിറ്റി ഉണ്ടെങ്കിൽ, മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. അതായത് ആദ്യം കുറച്ച് ബ്ലഡ് ടെസ്റ്റുകൾ ഉണ്ടാവും, അത് ചെയ്ത് അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാം. 50 വയസ്സിന് മുകളിലുള്ള മിക്ക ആളുകളും 6th 7th ഗ്രേഡ് ആയിരിക്കും. അതായത് അവർക്ക് അത്യാവശ്യം മുടി പോയിട്ടുണ്ടാവും, എന്നാൽ അവരുടെ സൈഡിലും ബാക്കിലും മുടി വളരെ കുറവായിരിക്കും. അപ്പൊ അവരുടെ ഡോണർ ഏരിയയിൽ നിന്ന് മാക്സിമം ഫൈൻ ക്വാളിറ്റി ഗ്രാഫ്റ്റുകളെല്ലാം തെരഞ്ഞെടുത്തിട്ടാണ് മാക്സിമം ഏരിയ കവർ ചെയ്തത്. ഇതിൽ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, 50 വയസ്സുള്ള ഒരാൾ ഒരിക്കലും 30 വയസ്സുള്ള ഒരാൾക്ക് ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്താൽ കിട്ടുന്ന റിസൾട്ട് എക്സ്പെക്ട് ചെയ്യരുത്. 30 വയസ്സുകാരന് കിട്ടുന്ന റിസൾട്ട് വേറെ ആയിരിക്കും, 50 വയസ്സുകാരന് കിട്ടുന്ന റിസൾട്ട് വേറെ ആയിരിക്കും. ഓരോ ആളുകൾക്കും അവരവരുടെ ഗ്രാഫ്റ്റിന്റെ അല്ലെങ്കിൽ ഹെയറിന്റെ ക്വാളിറ്റിക്ക് അനുസരിച്ചുള്ള റിസൾട്ടാണ് കിട്ടുന്നത്. അപ്പൊ ഏജ്ഡ് ആയുള്ള ആളുകളൊന്നും ഒട്ടും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊക്കെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യം തന്നെയാണ്.